ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ ഒരുപാട് നാളുകൾക്ക് ശേഷം, കൃത്യമായി പറഞ്ഞ ഏകദേശം ഒരു 2 മാസത്തിന് ശേഷം നമ്മൾ വീണ്ടും തിരിച്ചെത്തിയിരിക്കുകയാണ്. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് ഒരു അടിപൊളിയായിട്ടുള്ള ഒരു പവർഫുൾ ടൂളാണ്. അതായത് ഇപ്പോൾ കഴിഞ്ഞ ഒരു 2-3 നാളുകളായിട്ട് 2-3 ആഴ്ചയായിട്ട് ഇപ്പോൾ വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ടൂളാണ് ഗോസ്റ്റ് ട്രാക്ക് എന്ന് പറയും. ഓക്കെ, സോ നമുക്ക് ഫോൺ നമ്പർ, അതുപോലെ തന്നെ IP അഡ്രസ്സ്, ഇതൊക്കെ ട്രേസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പവർഫുൾ ആയിട്ടുള്ളൊരു ടൂളാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിതിൻ്റെ റിസൾട്ട് കിട്ടുമെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. സോ ഇപ്പോൾ ഇന്ന് നമുക്ക് അതിൻ്റെ ഇൻസ്റ്റാളേഷൻ, അതിൻ്റെ യൂസേജിലേക്കൊക്കെ പോകാം. സോ ഗൈസ്, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ കാളി ലിനക്സ് ബൂട്ട് ചെയ്തു, ടെർമിനൽ ഓപ്പൺ ചെയ്തു, അതിനുശേഷം സുഡോസു കൊടുത്ത് അതിൻ്റെ ഒരു പെർമിഷൻ മാറ്റിയിട്ടുണ്ട്. സോ ഇനി അടുത്തതായിട്ട് ഗിറ്റ് ക്ലോൺ യൂസ് ചെയ്ത് ആ ഒരു റെപ്പോസിറ്ററി ക്ലോൺ ചെയ്തെടുക്കുക. ഓക്കെ, അതിനുശേഷം നമ്മൾ ആ ഒരു ഡയറക്ടറിയിലേക്ക്, ഗോസ്റ്റ് ട്രാക്ക് എന്ന ഡയറക്ടറിയിലേക്ക് പോവുക. അവിടെ LS അടിക്കുമ്പോൾ നിങ്ങൾക്ക് requirements.txt എന്നൊരു ഫയൽ കാണാൻ സാധിക്കും. സോ ആ ഫയൽ pip3 install -r എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഫയൽ ഇൻസ്റ്റാൾ ചെയ്യുക. ഓക്കെ, ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു എറർ വരുന്നതായിട്ട് കാണാൻ സാധിക്കും. സോ എന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ, അതിൻ്റെ എൻവയോൺമെൻറ്റ് എക്സ്റ്റേണലി മാനേജ്ഡാണ്. സോ നമുക്ക് അതിൻ്റെ എൻവയോൺമെൻറ്റ് ചേഞ്ച് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് python3 -m venv എന്ന് കൊടുക്കുക. ഓക്കെ, സോ venv എന്ന് പറഞ്ഞൊരു എൻവയോൺമെൻറ്റിലേക്ക് നമ്മളിപ്പോൾ കയറാൻ പോവുകയാണ്. സോറി, ഞാൻ റൂട്ട് പെർമിഷൻ കൊടുത്തിരുന്നില്ല, ജസ്റ്റ് അതിൽ നിന്ന് എക്സിറ്റ് ആയിരുന്നു, അതുകൊണ്ടാണ് ആ ഒരു എറർ വന്നിട്ടുള്ളത്. ഓക്കെ, python3 -m venv എന്ന് കൊടുക്കുക. അപ്പോൾ അതവിടെ റെഡി ആയിട്ട് വരും. ഓക്കെ, ഇപ്പോൾ ജസ്റ്റ് LS അടിച്ച് നോക്കിക്കഴിഞ്ഞാൽ അവിടെ venv എന്നൊരു ഡയറക്ടറി പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് കാണാൻ സാധിക്കും. സോ ഇനി നമുക്കിത് ആക്ടിവേറ്റ് ചെയ്യണം. ഓക്കെ, ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് സോഴ്സ് എന്ന് കൊടുക്കുക. സോഴ്സ് venv/bin/activate. ഓക്കെ, ഈ ഒരു കമാൻഡ് അടിച്ചു കൊടുക്കുമ്പോൾ അവിടെ ആ ഒരു റൂട്ട് അറ്റ് കലി എന്നതിൻ്റെ ഇപ്പുറത്തായിട്ട് venv എന്ന് വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ആ ഒരു എൻവയോൺമെൻറ്റ് ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇനി അടുത്തതായിട്ട് pip3 വെച്ചിട്ട് നമുക്ക് ആ ഒരു requirements.txt എന്ന ഫയൽ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. സോ അത് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ എറർ ഫ്രീ ആയിട്ട് അത് റൺ ആവുന്നത് കാണാൻ സാധിക്കും. ഓക്കെ, യെസ്, ആ ഒരു ഫയൽ അവിടെ സക്സസ്ഫുള്ളി ഇൻസ്റ്റാൾ ആവുന്നുണ്ട്. സോ നമുക്ക് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, റിക്വയർമെൻറ്റ്സ് എല്ലാം ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. സോ ഇനി നമുക്ക് ഈ ഒരു ഫയലിൻ്റെ, അതായത് നമുക്ക് ആ ഒരു പൈത്തൺ ഫയൽ കണ്ടില്ലേ, അത് തന്നെ ghost.tr.py എന്ന് കിടക്കുന്നത്. സോ ആ ഫയലിന് നമുക്ക് പെർമിഷൻ അലോട്ട് ചെയ്ത് കൊടുക്കണം. പെർമിഷൻ അലോട്ട് ചെയ്യാനായിട്ട് chmod +x ghost.tr.py എന്ന് കൊടുക്കുക. അതിനുശേഷം LS അടിച്ച് നോക്കുമ്പോൾ അവിടെ ഒരു ഗ്രീൻ കളർ കാണാൻ സാധിക്കും. അതിൻ്റെ അർത്ഥം ആ ഫയൽ റീഡ് ആൻഡ് റൈറ്റബിൾ ആയിട്ടുണ്ടെന്നാണ്. സോ ഇനി നമുക്ക് python3 ghost.tr.py എന്ന് കൊടുക്കുക. ഓക്കെ, ആ ഒരു ഫയൽ റൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഒരു ഇൻ്റർഫേസ് വരുന്നതായിരിക്കും. സോ ഇതാണ് ആ ഒരു ടൂളിൻ്റെ മെയിൻ വിൻഡോ. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് 4 ഓപ്ഷൻസ് കാണാൻ സാധിക്കും. IP ട്രാക്കർ, ഷോ യുവർ IP, ഫോൺ നമ്പർ ട്രാക്കർ, യൂസർ നെയിം ട്രാക്കർ. ഓക്കെ, അതായത് IP ട്രാക്കർ എന്ന് പറയുമ്പം നമുക്ക് വിക്ടിമിൻ്റെ IP അഡ്രസ്സ് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഷോ യുവർ IP എന്ന് പറയുമ്പോൾ നമ്മുടെ IP അഡ്രസ്സ് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് നമ്മുടെ ടെർമിനലിൽ ifconfig എന്ന കമാൻഡ്. അതുപോലെ തന്നെ ഫോൺ നമ്പർ ട്രാക്കർ എന്ന് പറയുന്നത് നമ്മുടെ ഫോൺ നമ്പർ ട്രേസ് ചെയ്യാനുള്ളതാണ്. യൂസർ നെയിം ട്രാക്കർ നമുക്കിപ്പോൾ ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയയുടെ യൂസർ നെയിം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് അത് തരുന്നതായിരിക്കും. സോ ഞാനിപ്പോൾ ഇവിടെ ജസ്റ്റ് IP ട്രാക്കർ ഒന്ന് എടുക്കുകയാണ്. സോ എൻ്റെ IP തന്നെയാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. എന്തോ നെറ്റ്വർക്കിൻ്റെ ഇഷ്യൂ ആണെന്ന് തോന്നുന്നു, അത് ലോഡാവാൻ കുറച്ച് താമസമുണ്ട്. സോ ഓക്കെ, IP ട്രാക്കർ ഇപ്പോൾ എന്താണെന്നറിയില്ല, എന്തോ ഒരു ഇഷ്യൂ കാരണം അത് ഇപ്പോൾ വർക്കാവുന്നില്ല. സോ നമുക്ക് ഫോൺ നമ്പർ ട്രാക്കർ ജസ്റ്റ് ഒന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. അതാണ് ഇന്നത്തെ വീഡിയോയുടെ മെയിനായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം. ഓക്കെ, ഇവിടെ ഫോൺ നമ്പർ കൊടുക്കേണ്ട ഒരു ഫോർമാറ്റ് വന്നിട്ടുണ്ട്. കൺട്രി കോഡ് കൊടുക്കുക, അതിനുശേഷം നമ്പർ കൊടുക്കുക. ഓക്കെ, ഞാൻ ഇവിടെ എൻ്റെ നമ്പർ ടൈപ്പ് ചെയ്യുകയാണ്.
+91 അതിനുശേഷം എൻ്റെ നമ്പർ ടൈപ്പ് ചെയ്ത് ജസ്റ്റ് എൻ്റർ അടിക്കുമ്പോൾ ആ സെക്കൻഡിൽ തന്നെ ആ സ്പോട്ടിൽ തന്നെ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, സോ ഇതാണ് ഈ ഒരു ടൂളിൻ്റെ പ്രത്യേകത എന്ന് ഞാൻ ആദ്യമേ വീഡിയോയുടെ തുടക്കം പറഞ്ഞിരുന്നു. നമ്മൾ എന്ത് കൊടുത്താലും അതിൻ്റെ ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ അതിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും. സോ എക്സിറ്റ് ചെയ്യാനായിട്ട് 0 കൊടുക്കുക. അന്നേരം അത് ജസ്റ്റ് മെയിൻ വിൻഡോയിലേക്ക് വരും. ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞ് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇനിയും വരാനിരിക്കുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.